മാർഗതടസ്സവും കൂടാതെയാണ് അവൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റേതോ ഒരു ശക്തി അവളെ നിയന്ത്രിക്കുന്നുണ്ട്. ആ നാഗത്തിന്റെ രഹസ്യം പുറത്തു കാണിക്കാതെ തടയുന്നത് ആ ശക്തിയാണ്. ഏതാണ് ആ ശക്തി? ഏതാണ് ആ ശക്തി? ഏതാണ് ആ ശക്തി? എന്റെ പൊന്നുമുത്തേ, നീ പുറത്തേക്ക് ഇറങ്ങി വന്നോ? ആഹാ, അടിപൊളി ദിവസമായെന്ന്. ഇത് സ്വപ്നമൊന്നല്ലല്ലോ. സ്വപ്നമല്ല, സത്യ. പ്ലീസ് പ്ലീസ് പ്ലീസ്, പോലെ 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 അവിടേക്ക് ഗുരു. ആ ഇച്ഛാധാരണി നാഗത്തെ ദിഗ്ബന്ധനം ചെയ്ത സ്ഥലത്തേക്ക്. എന്തുകൊണ്ടെന്നാൽ അവൾ ആ ദിഗ്ബന്ധനത്തിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞേ മതിയാകൂ. ഒരു പക്ഷേ ആ ദിഗ്ബന്ധനം താണ്ടി അവൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ഗുരു? അവൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവളെ തിരിച്ചു ബന്ധിക്കുന്നത് എത്രയോ എളുപ്പം. അതെങ്ങനെ? അതേ നാഗത്തെ തന്നെ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ബന്ധിച്ചത് ഓർമ്മയില്ലേ? അയ്യോ, പണി പാളി. ഇനിയിപ്പോ സെക്യൂരിറ്റി വരും, ഗേറ്റ് ഔട്ട് അടിക്കും. തൃശ്ശൂരിലെ മോനെ വേഗം വിട്ടോടാ. ഹായ്. എന്താ സ്വന്തം പേര് പറയാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? അച്ഛനും അമ്മയും തനിക്ക് പേരിട്ടിട്ടില്ലേ? അതോ പറയാൻ ഇഷ്ടമല്ലേ? എന്റെ പേര് നിങ്ങളുടെ പേരിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് നിങ്ങളത് വിളിച്ചാലേ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ എനിക്ക് നല്ലൊരു പേരിട്ട് വിളിച്ചാ പോരെ? ആയിക്കോട്ടെ. അപ്പൊ ഞാൻ എപ്പോഴാ വരണ്ടേ മാഡം? രാവിലെയോ? ടൈം എത്ര മണിക്കാ? എനി ടൈം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ഞാൻ വരുമ്പോ ആരെങ്കിലും എന്നെ തടയാൻ നിക്കോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്റെ പേര് പറഞ്ഞോ. ഓക്കെ. അല്ല മാഡം, ഈ സിനിമയിലെ കാണുന്ന പോലെ തന്നെ വിളിച്ചു വരുത്തിയിട്ട് പെരുമാറില്ലല്ലോ അല്ലേ? നിന്നോട് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? നീ വന്നാ മതി. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഓരോ ചിന്തകൾ വരുന്ന എങ്ങനെയോ അതുപോലെ അറിയാതെ കാണിച്ചു പോകുന്നതാ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഒന്നും വിചാരിക്കില്ല മുതലാളി. നന്ദീശ, മേലാൽ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഞാൻ നിന്നെ എപ്പോഴെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? അതോ ഒരു മുതലാളിയെ പോലെ പെരുമാറിയിട്ടുണ്ടോ? എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. ശശേ, ഞാൻ ആർത്തത്തി പറഞ്ഞതല്ല മുതലാളി. എന്റെ ഭാഗത്തുനിന്ന് എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഛേ, നിസ്സാര കാര്യങ്ങളൊന്നും ഊതി പെരുപ്പിക്കല്ലേ. ശരി, ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? പ്രത്യേകിച്ചൊന്നുമില്ല മുതലാളി. ഗുരുക്കള് വീട്ടിലേക്ക് നാഗമെന്ന കാര്യം ഗണിച്ച് പറയാന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. അതിനെക്കുറിച്ച് എന്തെങ്കിലും? വേണ്ട നന്ദീശ. നാഗത്തെ കണ്ടുകിട്ടിയില്ല എന്ന ഭയം എത്രത്തോളം നമുക്കുണ്ടോ അതിന്റെ 100 മടങ്ങ് ത്രയംബക ഗുരുക്കൾക്കുണ്ടാവും. ശരിക്കും അത് ഭയമല്ല, അവളെ പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള നിരാശയാണ്. നമ്മുടെ മുമ്പിൽ വെച്ച് പൂജ ചെയ്തിട്ടും നാഗം പുറത്തു വന്നില്ലല്ലോ എന്നുള്ള അപമാനം അവർക്കെല്ലാവർക്കും ഉണ്ട്. നമ്മൾ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും
അവർ ഈ കാര്യത്തിൽ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അധികം വൈകാതെ തന്നെ നമുക്കൊരു ശുഭവാർത്ത കേൾക്കാം. ഇനിയൊരു പക്ഷേ അതൊരു സാധാരണ നാഗമായിരുന്നുവെങ്കിൽ അതിനുവേണ്ടി എന്റെ തീവ്രമായ തപസ് ലംഘിച്ച് ഇവിടേക്ക് വരുമായിരുന്നോ? നിസ്സംശയം പറയാം, അത് ഇച്ഛാധാരി നാഗമാണ്. അങ്ങ് ബന്ധിച്ച ആ നാഗം ഇന്നും അങ്ങയുടെ ബന്ധനത്തിൽ തന്നെയല്ലേ ഉള്ളത്? അവൾ അവിടെ തന്നെയുണ്ട്. പക്ഷേ നാഗലോകത്തിലെ വേറെ ഏതോ ഒരു നാഗം അവിടെ പ്രവേശിച്ചിരിക്കുന്നു. ഇപ്പോൾ ആദ്യം ആ നാഗം ഏതാണ്, അതെവിടെയാണ് മറഞ്ഞിരിക്കുന്നതെന്നും എനിക്കറിയണം. അതിനായി നാം ശീഘ്രം സന്നദ്ധരാവണം. ഇപ്പൊ ആന്റി അതോർത്ത് പേടിക്കൊന്നും വേണ്ട. തൃശ്ശൂരിൽ എന്തെങ്കിലും പ്രോബ്ലം വരുന്ന ജോലി ഡാഡി ഒരിക്കലും ഏൽപ്പിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നീയെങ്കിലും ഒന്ന് പറ മോനെ, അതെന്ത് ജോലിയാ? അത് കുറച്ച് സീക്രട്ട് ജോലിയാ. അതിനെക്കുറിച്ച് ആന്റി ചോദിക്കണ്ട, ഞാനത് പറയില്ല. അല്ല കൊച്ചു മുതലാളി. എന്നാ ശരി ആന്റി, ഞാൻ തൃശ്ശൂര് ഇവിടെ വീട്ടിലുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാ. എനിക്ക് അർജന്റായിട്ട് സ്ഥലം വരെ പോകാനുണ്ട്. അവൻ വീട്ടിലില്ലെങ്കിൽ അവൻ ഉറപ്പായിട്ടും ജോലിക്ക് പോയിട്ടുണ്ടാവും. ഡോണ്ട് വറി ആന്റി, അവൻ വന്ന ഉടനെ എന്നെ ഒന്ന് ഫോൺ ചെയ്യാൻ പറഞ്ഞാൽ മതി. വരട്ടെ ആന്റി. ഓരോരോ നൂലാമാല പരിപാടിക്ക് എന്റെ മോനെ വിട്ടോളൂ. എനിക്ക് അവനെ ഒന്ന് നേരെ ചൊവ്വേ കാണാൻ പോലും പറ്റില്ല. ഛേ, നടന്നു തന്നെ നേരെ വിട്ടു വടക്കോട്ട്. എക്സ്ക്യൂസ് മീ, നിനക്കൊരു കാര്യം അറിയോ? എല്ലാ ലവ് സ്റ്റോറീസും തുടങ്ങുന്നതേ അടിപിടിയെന്നാ. ഞങ്ങളുടെ കാര്യം അങ്ങനെയാ. ഇന്നിപ്പതേ അടിപിടിയാണ്. ഇന്നത്തെ അടിപിടി നാളെ ലവ് മൊമെന്റ്സ് ആയിട്ട് മാറും. നോക്കിക്കോ. ഫൈൻ, ആയിക്കോട്ടെ, നോക്കിക്കളെ. അല്ല, കളിയാക്കാണോ? എന്നെ തന്നെ കളിയാക്കാണോ നീ? ശരി, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നാളെ അവളെന്നെ പ്രപ്പോസ് ചെയ്യല്ലോ, അത് കാണാൻ നിന്നെ ഞാൻ ക്ഷണിക്കാം. നീ അപ്പവാ. എണീറ്റ് പോടാ. നിന്നെ പറഞ്ഞു കേട്ടില്ലേ? ഇത്ര പെട്ടെന്ന് പോയാ? ഇത്രയ്ക്കും ഡീപ്പായിട്ടുള്ള ചിന്തകൾക്ക് അവൻ തീരെ കൊളുത്തിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റർ വേറെ തന്നെ. അല്ല, ഇവൻ ഇത് ഇത്രയ്ക്കും സീരിയസ് ആയിട്ട് ആലോചിക്കണമെങ്കിൽ ഒന്നുകിൽ പേഴ്സണൽ മാറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഫാമിലി മാറ്റർ. പ്രായപൂർത്തിയായവർക്ക് പേഴ്സണൽ ഉണ്ടാവും, പ്രായപൂർത്തിയാവാത്തവർക്കോ ഫാമിലി ആയിരിക്കും. അതുകൊണ്ട് 100% ഇത് പേഴ്സണൽ. ചോദിച്ചേക്കാം. എന്നിട്ട് കിട്ടിയോ? ഇല്ല മാമ. എങ്കി എനിക്ക് കിട്ടി. ഓ, എന്താ? നിനക്കെന്തോ സംഭവിച്ചു. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കും അറിയാം, പക്ഷെ അത് എന്താന്നറിയില്ല. ഈ പ്രായത്തിൽ എന്താ സംഭവിക്കുക? മാമ, എനിക്ക് ഈ പ്രായത്തിൽ എന്താ അനുഭവം ഉള്ളേ? മാമൻ ഈ കാര്യത്തിൽ നല്ല അനുഭവമുള്ള ആളല്ലേ? മാമൻ പറ. ഞാൻ ഈ പ്രായത്തില് ട്രസ്റ്റ് ഇല്ലാതെ എവിടേക്കോ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ തേരാ പാര നടക്കുമായിരുന്നു. അങ്ങനെ തേരാ പാര അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കുമ്പോഴേ കാണുന്ന എല്ലാത്തിനോടും കൗതുകമായിരുന്നു. ഓ, മാമന്റെ പ്രായത്തില് ഈ കൗതുകം മാത്രം ഉണ്ടായിരുന്നുള്ളോ അതോ വേറെന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടായിരുന്നോ? അയ്യോ ദൈവമേ, വിളിച്ചു വരുത്തിയിട്ട് മനുഷ്യനെ ഇങ്ങനെ അപമാനിക്കുന്നതാണല്ലോ ഇവരുടെ പരിപാടി. നോക്ക് സുഹൃത്തുക്കളെ, ഞാനെല്ലാം തീരുമാനിച്ചാ വന്നിരിക്കുന്നത്. ചുമ്മാ എന്നെ ബ്ലോക്ക് ചെയ്യാതെ ഈ 2 കൈയും വിട്ടാൻ അകത്തേക്ക് വിട്ടാ നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിലുണ്ടല്ലോ. വീണ്ടും എന്തിനാ ഇങ്ങോട്ട് വന്നേ? ദേ അടുത്തത്. ഓരോരുത്തരിങ്ങനെ ഇറങ്ങി വന്ന് ചോദിച്ചത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? ഒന്ന് നോക്ക് ബ്യൂട്ടിഫുൾ ലേഡി, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് എ പവർ ഓഫ് കോമൺ മാൻ. ഞാൻ എന്നെ വിളിച്ചതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. സോ ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് അകത്തേക്ക് കടത്തിവിടാവോ പ്ലീസ്? ആരാ ഇവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിന്നെ കണ്ട കലികയറുന്ന മാഡം നിന്നോട് വരാൻ പറഞ്ഞെന്നോ? അതിലൊരു സംശയം വേണ്ട, വരാൻ പറഞ്ഞിട്ടുണ്ടെന്നേ. നീ ഈ നുണയൊക്കെ പറഞ്ഞ അകത്തോട്ട് കയറ്റി വിടുമെന്നാണോ നിന്റെ വിചാരം? യു പീപ്പിൾ ആർ ഇൻസൾട്ട് മീ. ഇത് ശരിയല്ല കേട്ടോ. നോക്ക്, നോക്കാനല്ലേ വന്നിരിക്കുന്നേ. ഏയ് നിങ്ങളെയല്ല, മേഡത്തിനെ. മേഡം വന്നല്ലോ.
ഇപ്പൊ നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താ? എന്നെ ഇവിടേക്ക് വിളിച്ചത് മാഡം ആണെന്ന് കൺഫേം ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അതല്ലേ കാര്യം. അവന് നാഗമാണിക്യത്തോടാണ് താല്പര്യം. ആരും അവിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്നെ വിശ്വസിക്കുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും ഒരു ആവശ്യം വന്നാ എന്നെ കൊണ്ടാവുന്ന പോലെ കൈ അറിഞ്ഞ് ഞാൻ സഹായിച്ചിട്ടില്ല. നീയൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങളാരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളത് സമ്മതിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല. എനിക്ക് എന്നെ കുറിച്ച് നല്ല ധാരണയുണ്ട്. മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റിന്റെ യാതൊരു ആവശ്യവും എനിക്കില്ല. ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലേക്ക് വേണ്ടാത്ത കാര്യങ്ങൾ വലിച്ചിഴയ്ക്കുന്നത് നല്ലതിനല്ല. ഇതിലും വലിയ കാര്യങ്ങൾ ഉണ്ടാവും ഭാവിയിൽ. ഇനി 1 വർഷം കൂടി. അതിന് മുൻപായി ഈ കാര്യത്തെക്കുറിച്ച് ആരും സംസാരിക്കരുത്. അവനോട് പറഞ്ഞേക്ക്. എന്താ കനകദുർഗയിലേക്ക് എങ്ങനെ പോകുമെന്ന് ഒന്ന് പറഞ്ഞു തരൂ. എന്ത്? കനകദുർഗയ്ക്ക് എന്തിനാ? എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമുണ്ട്. ദയവേത് അങ്ങോട്ടുള്ള വഴി പറഞ്ഞു തരൂ. അതിപ്പോ എനിക്കങ്ങനെ വഴി പറഞ്ഞു കൊടുത്ത് പരിചയമില്ല. പക്ഷെ എനിക്ക് പറഞ്ഞു തന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുത്ത് പരിചയമുണ്ട്. അതുകൊണ്ട് കേറിക്കോന്നേ, ഞാനും അങ്ങോട്ടേക്ക് തന്നെ. ചേട്ടനോ അനിയനോ? അറിയുന്നവനോ അറിയാത്തവനോ? ദുഷ്ടനോ നല്ലവനോ? അതോ ഇനി വല്ല ഫ്രണ്ട്സ് അങ്ങനെ ആരെങ്കിലും ആണോ? ഇത് എന്താ മാഡം? മാഡം ഒന്നും പറയുന്നുമില്ല, എന്നെ ചോദിക്കാനോട്ട് സമ്മതിക്കുന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നേ. ചോദ്യമൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞപ്പോ ചോദ്യാവലിയും കൊണ്ടാണല്ലോ നീ വന്നിരിക്കുന്നത്. അത് വിട്. അവര് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ ആണോ? ഞാൻ സ്നേഹിക്കുന്നയാളാ. നീ പോ. ഇങ്ങോട്ട് വന്ന്. തൃശ്ശൂലോടെ ഇതുവരെ വന്നിട്ടില്ല സാർ. അവൻ ഇവിടെ വന്ന നിമിഷം തന്നെ എന്നെ ഒന്ന് കാണാൻ പറഞ്ഞു കേട്ടോ. എന്ത് കാര്യം ഏൽപ്പിച്ചാലും പെട്ടെന്ന് തീർക്കാറുള്ള തൃശ്ശൂല് ഈ കാര്യത്തിൽ മാത്രം എന്താ ഇത്രയും സമയം എടുക്കുന്നത്? കോൾ ചെയ്തവൻ പിക്ക് ചെയ്യുന്നുമില്ല. ശിവാനിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എപ്പോഴൊന്നും കിട്ടുക? ഐ എം റിയലി റിയലി ക്യൂരിയസ്. ആദ്യം ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. ശരി, പറ. അവനിപ്പൊ പണ്ടത്തെ പോലെയൊന്നുമല്ല. എപ്പോ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത് എന്താ ഏതിനാ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ? അതെ, അവൻ എന്തെങ്കിലും ജോലിക്കാരെ ആലോചിച്ചിരുന്നതായിരിക്കും. നീ അത് വെറുതെ തെറ്റിദ്ധരിച്ച് എന്നോട് ഒന്ന് പറയുമ്പോ കുറച്ചുകൂടി പെരുപ്പിച്ച് കാണിക്കും. ഞാനൊന്നും പെരുപ്പിച്ച് കാണിക്കുന്നില്ല. എന്തായാലും അവൻ എന്തോ പറ്റിയിട്ടുണ്ട്. അത് നമ്മളോട് അവൻ പറയുന്നില്ലെന്ന് മാത്രം. നമ്മളത് കണ്ടറിഞ്ഞ് തിരുത്തുവല്ലേ വേണ്ടത്? നോക്ക്, അവന് തൽക്കാലം ഒരു കുഴപ്പമില്ല. അവന്റെ കാര്യം ഒന്ന് നോക്കിക്കോളൂ.
നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടി നിന്റെ തല പുണ്ണാക്കാൻ നിൽക്കണ്ട. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഒന്ന് കിടക്കട്ടെ. പിന്നെയും വിശ്വാസക്കുറവ് കാണിക്കുമ്പോ ഈ ദുരാഗ്രഹം കയറി തലയ്ക്ക് പിടിച്ച വിശ്വാസം എന്ന് പറയുന്നത് എല്ലാവരും മറക്കും നന്ദീശ. ഈ ദുരാഗ്രഹം അവരുടെ നാശത്തിനാ മുതലാളി. അവരുടെ ദുരാഗ്രഹം പോട്ടെ, അവനൊക്കെ തിന്നാൻ ഗതിയില്ലായിരുന്നപ്പോ ഞാൻ അവന്മാരെ നോക്കി. ആ ഒരു നന്ദി പോലും അവന്മാർക്കില്ലല്ലോ എന്നുള്ളതാ എന്റെ മനസ്സിന്റെ വിഷമം. പൈസ പൈസ എന്നൊരൊറ്റ ചിന്തയിൽ അതിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാ നമ്മള് മനുഷ്യര് നമ്മളെ തന്നെ മറന്നു പോകുന്നത്. ഇപ്പൊ എന്താ ചെയ്യാൻ മുതലാളി? എനിക്കതിന് മറുപടിയില്ല. അവൻ ഇനിയും വരും നന്ദീശ, നമുക്ക് നോക്കാം. എന്നൊക്കെ പറഞ്ഞ അതെങ്ങനെ സഹിക്കാൻ പറ്റാ? എന്റെ ഹൃദയത്തിൽ ഇത് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. 1000 കത്തികൾ എന്റെ നെഞ്ചിൽ കുത്തിയിറക്കുന്ന പോലെയാ. അവൾ NRI ആണെന്ന് അറിഞ്ഞപ്പോ തന്നെ സ്വയം മനസ്സിലാക്കേണ്ടതായിരുന്നു ഞാൻ. അവൾക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കണമായിരുന്നു. തെറ്റുപറ്റിപ്പോയി, ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റ്. ഞാനിനി എന്റെ ഹൃദയത്തിനെ എങ്ങനെ സമാധാനിപ്പിക്കും? ഇതെന്താണ്? ആരോട് അവനീ സംസാരിക്കുന്നത്? അതിന്റെ കാര്യം എന്താ? ഹേയ്, കാര്യം എന്താന്ന്? ആ ശിവാനിയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി തൃശ്ശൂരിനെ ഏൽപ്പിച്ചിരുന്ന, എന്നിട്ട് അതെന്തായി? അവൻ വലുത് അന്വേഷിച്ചോ? എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ നീ പോയി അന്വേഷിച്ചോ എന്ന് ചോദിച്ചോണ്ടേ ഇരിക്കുക. എന്റെ അമ്മ ഒന്നും പറയണ്ട. വീട്ടിലൊന്നും മനസമാധാനത്തോടെ ഇരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല, നിനക്കറിയോ? അത് ബോസ്, അവരുടെ A to Z ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് എന്റെ ചുമതലയല്ലേ? അത് അക്കാര്യം ഞാൻ ഏറ്റുന്നേ. ആ വീടിന് ചുറ്റും ഫുൾ സെക്യൂരിറ്റീസാ. അവരാണെങ്കിൽ നല്ല ജിം ബോഡീസും. അവരെയൊക്കെ കടന്ന് അകത്ത് കയറാന്ന് വെച്ചാ അത്ര എളുപ്പമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാ ബോസ്. അങ്ങനെയാണോ? അതെങ്ങനെ ലേറ്റ് ആവുന്നേ? എന്നാലും ടെൻഷൻ അടിക്കണ്ടെന്നേ. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പടപെടാന്ന് എടുത്തു തരാം. ഓക്കെ, ഓൾ റൈറ്റ്. നീ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്ന എനിക്കറിയാം. ഫ്രണ്ട് സാമ്രാട്ട. ഞാനിവിടെ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുന്നത് കണ്ടില്ലേ? കോമൺ സെൻസ് ഇല്ല നിനക്ക്? അവൻ എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഫോണിൽ വിളിക്കാലോ. കണ്ടവന്മാരോടൊക്കെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കാൻ എനിക്കിപ്പോ ടൈമില്ല. കൊണ്ടുപോ. തീരുമാനങ്ങളാണെന്ന് അറിയുക ദിഗ്വിജയ. അങ്ങിനിയും അധികം ബലവാനാകുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനല്ലേ ഗുരുക്കളെ? എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. നിങ്ങളുടെ ഗ്രഹത്തിൽ ആ മഹാപൂജാ ദിവസം ഒരു പെൺകുട്ടി വന്നിരുന്നില്ലേ? നീ എനിക്ക് അവളെ അതിഥിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. എനിക്ക് അവളിൽ വല്ലാത്ത സംശയമുണ്ട്. ആദ്യം എനിക്കും അങ്ങനെയാ തോന്നിയത്. അതുകൊണ്ടാ എനിക്കറിയാവുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയത്. എന്തു പരീക്ഷണമാണ് നീ നടത്തിയത്? അത് ഗുരുക്കളെന്ന് പറഞ്ഞതുപോലെ ഉപയോഗിച്ച് അവൾ വേറെ രൂപത്തിൽ വന്നിരുന്നുവെങ്കിൽ നാഗനാശകം മൂലം അവൾ യഥാർത്ഥ രൂപത്തിലേക്ക് വരുമോന്നറിയാൻ വേണ്ടിയാണ്. ഇനിയൊരു പക്ഷേ അവൾ രൂപം മാറിയെങ്ങാനും വന്നാൽ, ഈ നാഗനാശകത്തിന്റെ അടുത്തേക്ക് വന്നാലോ, ഇതുമായി സമ്പർക്കം പുലർത്തിയാലോ, അതോടെ അവൾ പഴയ നാഗമായി തന്നെ മാറും. അത് ഗുരുക്കളെ, പിന്നീട് ഞാൻ അവളെ ത്രിവിക്രമനെയും കൂട്ടി അവളെ ഞാൻ വീട് മുഴുവൻ കാണിക്കാൻ പറഞ്ഞു വിട്ടത്. ത്രിവിക്രം, ശിവാനിക്ക് നമ്മുടെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അവള് നാഗനാശകത്തെ സ്പർശിച്ചിട്ടും നാഗമായി മാറിയില്ല. അതുകൊണ്ട് ഗുരുക്കളുടെ മാന്ത്രിക മണ്ഡലം മറികടക്കാൻ കഴിയുമോ എന്നറിയാൻ. സുഹൃത്ത് സാമ്രാട്ട് എന്നൊരാൾ വന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതല്ലാതെ മുതലാളിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അങ്ങോട്ട് ആ വ്യക്തിയുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധിച്ചോളാം ഞാൻ. ബാക്കിയെല്ലാം എനിക്ക് വിട്ടേക്ക്. നിങ്ങൾ പൊയ്ക്കോളൂ. ആയിക്കോട്ടെ. വിജയ് ഭവ.
അത് ഞാൻ കണ്ടപ്പോഴോ അവനങ്ങോട്ട് തിരിഞ്ഞു കളഞ്ഞു. പക്ഷേ എനിക്കതങ്ങോട്ട് ശരിയായിട്ട് തോന്നുന്നില്ല. വെറും ഒരു ഡ്രൈവർ മുതലാളിയുടെ ഭാര്യയെ നോക്കി കളിയാക്കി ചിരിക്കാന്ന് പറഞ്ഞ ഇതെന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ചേച്ചി എന്തു പറഞ്ഞാലും ശരി, അവനെ ഈ വീട്ടിൽ ഒരു കാരണവശാലും വാഴിക്കില്ല എന്നുള്ള കാര്യം ഫിക്സ്. ആരെ പുറത്താക്കിയിട്ട് എന്താ കാര്യം ഗോവിന്ദ? അദ്ദേഹമല്ലേ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് ചിരിക്കാൻ വേണ്ടി. ചിരിച്ചോട്ടെ, അവൻ ചിരിക്കട്ടെന്നേ. എത്ര നാൾ അവൻ ചിരിക്കും? ഈ വീട്ടിൽ നിന്ന് അവനെ പുറത്താക്കുന്നത് വരെ ചിരിക്കുമായിരിക്കും. ചിരിച്ചോട്ടെന്നേ. അതാണ്, അത് ചെയ്യാനാവാതെ എന്റെ മോന്റെ ഉറക്കം പോയിട്ടുണ്ടാവും. നോക്കിയേ, ഇനിയെങ്കിലും അവനെ അങ്ങനെയുള്ള ജോലിക്ക് വിടല്ലേ. ഇതിന് പോകുന്നതിന് മുമ്പ് അവന് ഒരു കുഴപ്പമില്ലായിരുന്നു. പകലും രാത്രിയിലും പണി ഇടിപ്പിച്ചിട്ട് എന്റെ മോന്റെ ആരോഗ്യം തന്നെ ഇല്ലാതെയായി. ഏയ്, അതൊക്കെ കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? എല്ലാം നുണയാ. നിങ്ങൾ ആ മുതലാളിയോട് സംസാരിച്ചിട്ട് അവനെ ഇങ്ങനത്തെ പണിക്കൊന്നും വിടല്ലെന്ന് പറയ്. അതെ, നീ ഇതൊക്കെ മറ്റൊരു കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടാ. നിന്റെ ഈ വാക്കും കേട്ട് ഞാൻ ചാടി പുറപ്പെട്ടാറുണ്ടല്ലോ. ഞാനായിരിക്കും അവരുടെ മുമ്പിൽ ചെന്ന് നാണം കിടുക. കുഴപ്പമുള്ളതിന്റെ മോനല്ല മധു, നിനക്കാ. നിന്നെ ആദ്യം ഡോക്ടറെ കാണിക്കേണ്ടത്. വീട്ടിൽ വന്ന് കേറേണ്ട താമസം. കലബില തല തിന്നോണ്ടിരിക്കും. അതെ, ഈ കാപ്പി കുടിച്ചിട്ട് പോകുന്നേ. നീ തന്നെ കുടിച്ചോ. ഇതെന്താണ് ഗുരു? ഇത് ഗരുഡ ജ്വാലാസ്ത്ര. ഇതാണ് ഗരുഡാസ്ത്രം. ഇത് വളരെ പ്രബലമായ അസ്ത്രമാണ്. ആ നാഗങ്ങളെ നിഗ്രഹിക്കാനുള്ള തരുന്നതാണ്. ഈ ജ്വാല നാഗങ്ങൾ എവിടെയാണെന്ന് വെളിപ്പെടുത്തി തരുമെന്നാണോ അങ്ങ് പറയുന്നത്? അത് മാത്രമല്ല, അവിടെ മറ്റു നാഗങ്ങളുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് വെളിപ്പെടുത്തി തരും. വൈകാതെ ആ നാഗങ്ങൾ നമ്മുടെ കൈകളിൽ അകപ്പെടുന്നതാണ്. അവരെവിടെയിരുന്നാലും ഈ കൈകളിൽ അകപ്പെടും. ഡാഡ്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് എന്നോട് അപ്പൊ തന്നെ ഷെയർ ചെയ്യാം ഡാഡിക്ക്. വാവ്, ദാറ്റ്സ് നൈസ് ഓഫ് യു. ജീവിതത്തിൽ ആദ്യമായിട്ടാ നീ അച്ഛൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഐ എം പ്രൗഡ് ഓഫ് യു. ഓക്കെ ദെൻ. അപ്പൊ ഇപ്പൊ ഡാഡിക്ക് ഒരു പ്രോബ്ലം ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കാം. ഓക്കെ ഡാഡ്, ഞാൻ ഇന്ന് ഇറങ്ങാം. ടേക്ക് കെയർ. ഓക്കെ. എന്റെ മകനെ ഇത്രയൊക്കെ ഉത്തരവാദിത്വം വന്നോ? അതേ മുതലാളി. നോക്ക്, എന്നിട്ട് പറ. നോക്ക് സാംബശിവ, അവന്റെ കാര്യം പറഞ്ഞ് നീ വിളിക്കണ്ട. ആർക്കാണോ ഇതിന്റെ ആവശ്യം അവനോട് നേരിട്ട് വരാൻ പറ. അവന് നിന്നോട് നേരിട്ട് സംസാരിക്കാനാവില്ല. ആവില്ലെങ്കിൽ ഈ കാര്യം അങ്ങ് വിട്ടേക്ക്. എനിക്കും സമാധാനം കിട്ടും, നീയും സമാധാനമായിട്ടിരിക്കും. ഏയ്, അവൻ എന്റെ ഫ്രണ്ട് അല്ലേ? ഞാനും നിന്റെ ഫ്രണ്ട് തന്നെയാ, അത് മറന്നോ? അതല്ല, പക്ഷേ വിഷയം വെറുതെ വഷളാക്കണ്ട. ഞാൻ പറഞ്ഞ അവനോട് പറഞ്ഞേക്കാം. ഇതെന്തായാലും നേരാമണ്ണം തീരുമെന്ന് തോന്നുന്നില്ല. മുതലാളിയോടൊന്ന് ശ്രദ്ധിക്കാൻ പറയണം. അവരെ നാഗരൂപത്തിലേക്ക് പരിണമിപ്പിച്ചാണ് തിരിച്ചു വന്നിരിക്കുന്നത്. വെറും രൂപപരിണാമം സംഭവിപ്പിച്ചാൽ മതിയോ? അവരെവിടെയാണെന്ന് കണ്ടെത്തി അവരെ നിഗ്രഹിക്കുകയല്ലേ വേണ്ടത്? ആ കാര്യം വൈകാതെ സംഭവിക്കും. ഗരുഡ ജ്വാലാസ്ത്രം അതിന്റെ കർമ്മം പൂർത്തീകരിച്ചിട്ടാണ് തിരികെ വന്നിരിക്കുന്നത്. സത്യമാണോ ഗുരു? അപ്പോൾ ആ നാഗങ്ങളുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകണ്ടേ? പിന്നെയും ആ നാഗങ്ങളെ ദിഗ്ബന്ധനം ചെയ്യണ്ടേ? നാം തന്നെ പോകണമെന്നില്ല. ജ്വാലാസ്ത്രം ഇപ്പോൾ നിന്നിൽ പ്രവേശിച്ചിരിക്കുന്നു. ഗരുഡ ജ്വാലാസ്ത്രം കാണിച്ച സ്ഥലത്തേക്ക് പോയി
ആ നാഗങ്ങളെ സർവം സംഹരിക്ക്. പോ, പോകാൻ. ഈ ഗരുഡരൂപക നാഗനാശാസ്ത്രം അപ്രത്യക്ഷമായിരിക്കുന്ന നാഗങ്ങളെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്യുന്നതാണ്. നാടകം കളിക്കാൻ നിങ്ങളെയൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? സത്യമായിട്ടും അവൻ വീട്ടിലില്ലേ? ഇല്ല. അദ്ദേഹത്തോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. അവൻ വീട്ടിലുള്ളപ്പോ വന്ന് അവനോട് പറയാനുള്ളത് നേരിട്ട് പറഞ്ഞോളാം. എന്തോ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നല്ലോ. ഏയ് ഇല്ലില്ല, വലിയ സന്തോഷത്തില. ഇതെന്താ ഇത്? മാറിയത് ആ മാന്ത്രികൻ ത്രയംബകനുണ്ടല്ലോ, അയാൾ ഏതോ മഹാമന്ത്രം പ്രയോഗിച്ചതാ. പക്ഷേ നമ്മളെങ്ങനെ തിരിച്ച് ഈ രൂപത്തിലായി? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ വേറെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. താങ്ക് യു വെരി മച്ച് ബോസ്. എന്റെ ജീവൻ രക്ഷിച്ചു നിങ്ങൾ. അതെ, എന്ത് വലിയ പ്രശ്നം തന്നെ എന്റെ അടുത്തേക്ക് വന്നാലും അതൊക്കെ ഞാൻ ധൈര്യമായിട്ട് ഫേസ് ചെയ്ത് തന്നെ. ഇനി അവൻ എത്ര സ്ട്രോങ് ആയാലും മുന്നും പിന്നും നോക്കാതെ അവൻ അച്ചാനും മുച്ചാനടിച്ച് ഞാൻ സെറ്റ് ആക്കിയാനെ. പക്ഷെ ഇതൊരുമാതിരി ഗരുഡനൊക്കെ എന്നെ ഇതുപോലെ ആകെ മൊത്തത്തിൽ പെടുത്തി കളഞ്ഞു. എന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴാൻ നീ സമ്മതിക്കാതെ എപ്പോഴും മുമ്പിൽ നിന്ന് നീ പ്രൊട്ടക്ട് ചെയ്യാറില്ലേ? എന്റെ പടനായകനെ പോലെ എപ്പോഴും മുമ്പിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കാറില്ലേ? ഇതെന്താ എന്റെ ബോസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? ഓരോ നിയോഗങ്ങൾ എന്നൊക്കെ പറയാറില്ല തൃശൂൽ, അതുപോലെ ദൈവം ഇപ്പൊ എനിക്കൊരു അവസരം കൊണ്ടു തന്നതാ. അത് ഞാൻ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഗ്രേറ്റ് ബോസ്. ഞാൻ ബോസിനെ രക്ഷിച്ച സമയത്തൊക്കെ ബോസിന്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാനിവിടെ ഉള്ളത് ബോസ് എങ്ങനെ അറിഞ്ഞു? കറക്റ്റ് ടൈമിൽ ഹീറോ പോലൊരു മാസ് എൻട്രി തന്ന ഗരുഡനെ കൊന്നു കളഞ്ഞില്ലേ? ഇതിനു മുൻപ് ഞാൻ ചെയ്തതൊക്കെ ഇപ്പോ വെറുതെ ആയി പോയില്ലേ? ഭദ്ര, ഞാൻ അയച്ച ഗരുഡാസ്ത്രവും നാഗനാശകാസ്ത്രവും തിരിച്ചെത്തിയതാ. ഈ അഗ്നികുണ്ഡത്തിൽ ഇതാ വെന്തുരുകുന്നു.
ഈ പ്രതിസന്ധിയുടെ കാരണം എന്താണ്? നമുക്കാണോ എവിടെയെങ്കിലും പിഴച്ചത്? നമ്മുടെ നീക്കം ഒരിക്കലും പിഴച്ചിട്ടില്ല. നമ്മുടെ അസ്ത്രത്തിനെതിരെ മറ്റൊരു അസ്ത്രം പ്രയോഗിക്കപ്പെട്ടു. അങ്ങയുടെ അസ്ത്രത്തെ എതിരിടാൻ ഈ ഉലകത്തിൽ വേറെ ഏത് അസ്ത്രമാണുള്ളത് ഗുരു? അങ്ങനെ അല്ലെങ്കിൽ എന്റെ അസ്ത്രങ്ങൾ ഈ നിലയിലാകാൻ വഴിയില്ല. അത് നിന്നെ അറ്റാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടത്. കറക്റ്റ് സമയം നോക്കി അതിനെ അങ്ങ് തീർത്ത് കളഞ്ഞു. എന്തൊക്കെ തന്നെ പറഞ്ഞാലും നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. അതിനൊരു വലിയ താങ്ക്സ് ബോസ്. താങ്ക്സ് ഒന്നും വേണ്ട. അത് പോട്ടെ, നിന്റെ ബൈക്ക് എവിടെ? എന്റെ ബൈക്ക് ഞാൻ അവിടെ തന്നെ വെച്ചിരിക്കുക. എവിടെ? അത് അവിടെ തന്നെയുണ്ട്, നമ്മുടെ എസ്റ്റേറ്റിന്റെ അടുത്ത്. വാ, ഞാൻ അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യാം. ബോസ് ഇതിനു വേണ്ടി ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ അവിടേക്ക് എങ്ങനെയും പൊക്കോളാം. ഇവിടെ തൊട്ടടുത്ത് തന്നെയല്ലേ, സാരമില്ല. അതെ ബോസ്, കുഴപ്പമില്ല. ഭർത്താവ് പറഞ്ഞേൽപ്പിച്ചിട്ടാണോ പോയെന്നും പറഞ്ഞു. എന്തു പറ്റി? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ എന്താ പറഞ്ഞേ? ദിഗ്വിജയനോട് മാത്രം പറയാനുള്ളതാ. അത് നേരിട്ട് അവനോട് ഞാൻ പറഞ്ഞോളാം. എന്തോ കൊടുക്കലോ വാങ്ങലോ മറ്റോ ആണെന്നാ പറഞ്ഞത്. അദ്ദേഹം എന്തിനാ ദേഷ്യപ്പെട്ട് സംസാരിച്ചത്? എന്തായാലും കാര്യങ്ങൾ പറഞ്ഞതിന് താങ്ക്സ്. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. കാര്യം ചോദിക്കണ്ടെന്നല്ലേ നിന്നോട് പറഞ്ഞത്? പറഞ്ഞ മനസ്സിലാവില്ലെന്ന് വെച്ചാ? അല്ല, അവിടെ എന്തോ വഴക്കൊക്കെ സംഭവിച്ചു എന്ന് കേട്ടു. കുറച്ച് ഒച്ചയൊക്കെ പുറത്ത് കേട്ടു, അതുകൊണ്ടാ ചോദിച്ചേ. നിങ്ങളും അവിടെ ഉണ്ടായിരുന്നതല്ലേ? അത്രയ്ക്ക് എന്താ സംഭവിച്ചത് അവിടെ? എന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലെന്നുണ്ടോ? നിങ്ങളോടല്ലേ ചോദിച്ചത് സാമ്രാട്ട് എന്താ പറഞ്ഞതെന്ന്? ഏയ്, നിനക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കണമെന്നല്ല ഇത്ര നേരം ഞാൻ പറഞ്ഞത്. പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? ഒരെണ്ണം തന്നോണ്ടല്ലോ. ആ, നിങ്ങൾ പൊക്കോ. മുതലാളിയുടെ വിശ്വസ്തനാണെന്ന് കരുതിയിട്ടാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും അവിടെ പണിക്ക് നിൽക്കുന്നവർ എന്നോട് പറയും. ശക്തി നിൽക്കുന്നു. ഇനിയാണ് കളി മാറാൻ പോകുന്നത്. എന്റെ പ്രയത്നങ്ങൾ ഇനിയും ബലം പ്രാപിക്കും. നീയോ ഞാനോ എന്ന മത്സരം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ഞാൻ മഹാസിദ്ധനാകും. മഹാശക്തി, അദൃശ്യ ശക്തിയെ, നീ ആരാണെന്ന് കണ്ടെത്തി നിന്നെ നാരായ വേരടക്കം പിഴുതെറിയുന്നതാണ് ഇനി എന്റെ ലക്ഷ്യം. ഇതാണ് എന്റെ ശപഥം, ഇതാണ് എന്റെ ശപഥം. നമുക്ക് സംസാരിക്കാന്ന്. നാഗമാണിക്യത്തിന്റെ പങ്ക് ചോദിച്ചാലോ? ചോദിക്കട്ടെ, അപ്പം നമുക്ക് നോക്കാം. പിന്നെ നന്ദീശ, ത്രിവിക്രമനോട് ദൂരേക്കെങ്ങും പോകണ്ടെന്ന് പറഞ്ഞേക്ക്. ഈ പരിചയമില്ലാത്തവരോട് സംസാരിക്കുന്നത്, പുതിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത്, വീട്ടിലേക്ക് വൈകി വരുന്നത്, ഇതൊന്നും വേണ്ടാന്ന് സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞേക്ക്. ശരിയാ മുതലാളി. ആ നാഗവിനി ഏതൊക്കെ രൂപത്തിലെ വരിക എന്ന് ആർക്കറിയാം? നമ്മളല്ലേ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ കൊച്ചു മുതലാളിയോട് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് മുതലാളി നേരിട്ട് തന്നെ പറയുന്ന. ശരി. ഹോട്ടായിട്ടിരിക്കണം. ലെവല് നോക്കി സംസാരിക്കുന്നതായിരിക്കും നല്ലതല്ലേ ശൂര? നിങ്ങളും കൂടിയോ? എല്ലാവർക്കും അവരവരുടേതായ ലെവലുണ്ടെന്നൊക്കെ അല്ലേ വീര? എന്താ മാഡം, ഇവർക്ക് നിങ്ങളാണോ ട്രെയിനിങ് കൊടുത്തത്? അങ്ങനെയാണെങ്കിൽ തന്നെ നിനക്ക് കുഴപ്പമുണ്ടോ? ശരി, വിട്ടേക്ക്. ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോകുന്നത് തെറ്റാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. മാഡം ഉണ്ടോ ഇല്ലയോ എന്ന് ദയവ് ചെയ്തൊന്ന് പറയോ പ്ലീസ്. എന്താ അതും പറയില്ലേ? ഇത് അത്രയ്ക്ക് പ്രശ്നമാ? ശരി, വിട്ടേക്ക്. ഞാൻ തന്നെ നോക്കിക്കോളാം. നിങ്ങളുടെ അടുത്തൊക്കെ ചോദിച്ചാൽ എന്നെ വേണം തല്ലാൻ. എന്തൊരു കഷ്ടമെന്ന് നോക്കാം. ഇനി നമ്മുടെ മാഡത്തിന് ഇന്നത്തെ സ്വഭാവം എങ്ങനെയാണോ